അതിനുള്ള ശിക്ഷയാണ് എനിക്ക് ലഭിച്ചത്. ഓ പ്രിയരെ, അള്ളാഹു വിചാരിച്ചാൽ ഏത് കാര്യവും മാറി മറിയും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എൻ്റെ ഈ കഥ ഇവിടെ എത്തിയിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആവേശകരമായ സ്റ്റോറി ടെല്ലിംഗ് മത്സരം തുടരുന്നു. നെക്സ്റ്റ് ചാൻസ് ലെറ്റർ കോഡ് ലെറ്റർ ത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കൂട്ടുകാരെ, സർഗവസന്തത്തിൻ്റെ കുളിർ കാറ്റീശുകൊണ്ടിരിക്കുന്ന മെഹഫിൽ ഫെസ്റ്റിൻ്റെ വേദിയിൽ ആദരവായ മുത്തുനബിയുടെ ഒരു കൊച്ചു കഥ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങകലെ മക്കയിൽ നടന്ന ഒരു കഥയാണിത്. യമനിലെ സുബൈദ് ഗോത്രത്തിലെ യുവാ കർഷകൻ 3 മുന്തിയ ഒട്ടകങ്ങളുമായി ചന്തയിലെത്തിയതാണ്. ലക്ഷണമൊത്ത ഒട്ടകങ്ങൾ ചുട്ടപ്പ പോലെ ചെലവാകുന്ന അനുഭവമാണ് അയാൾക്കുള്ളത്. ഇന്ന് എന്തു പറ്റി? രാവിലെ ഒരാൾ വന്ന് വില പറഞ്ഞു പോയതാണല്ലോ. പിന്നെ ഉച്ചയായി, സന്ധ്യയായി, ചന്ത അവസാനിക്കാനായി. ഇങ്ങോട്ടൊരാളും പോലും വരുന്നില്ല. ചാവാലി മൃഗങ്ങൾ പോലും വിറ്റുപോകുന്ന ചന്തയിൽ തൻ്റേതിന് മാത്രം എന്താണ് ഈ ഗതി? അയാൾ അസ്വസ്ഥനായി. രാവിലത്തെയാൾ മാർക്കറ്റ് വിലയുടെ 1/3 വില പറഞ്ഞത്. വല്ല കൂടോത്രം പറ്റിയോ? ചന്തക്കൂലി കൊടുക്കാൻ പോലും കാശില്ലാതെ കർഷകർ ചന്തയുടെ 16 ഭാഗത്തേക്ക് നീങ്ങി. ഒട്ടകങ്ങൾക്ക് കാൽ തലയിട്ടു, പുല്ലിട്ട് കൊടുത്തു. മന്ത്രവാദികളെ സമീപിക്കാം, കണ്ണു പറ്റിയതാണെങ്കിൽ അതിന് പരിഹാരം ചെയ്യാം. അയാൾ മറ്റൊരു കച്ചവടക്കാരെ സമീപിച്ച് വിവരങ്ങൾ പറഞ്ഞു. ഇത് കണ്ണേറോ കൂടോത്രമോ ഒന്നുമല്ല. രാവിലെ നിങ്ങളെ ഒട്ടകങ്ങൾക്ക് വില പറഞ്ഞത് അബുലാക്കമാണ്. അയാൾ പറഞ്ഞ വിലക്ക് മുകളിൽ ഈ ചന്തയിൽ ഒരാൾ പോലും വില പറയില്ല. വില പറഞ്ഞാൽ ആ വിലയും മൃഗവും നഷ്ടപ്പെട്ടത് തന്നെ. ചുളിവിൽ തൻ്റെ ചരക്കുകൾ കൈക്കലാക്കാനുള്ള മാർഗമായിരുന്നു അയാളുടേത്. തടി കേടാവണ്ടെങ്കിൽ പറഞ്ഞ വിലക്ക് തരുന്നതാണ് നല്ലത്. ഒരു ചെറിയ ഉരുണ വാങ്ങി നല്ല വിലക്ക് വിൽക്കുന്ന ഒരു ചെറിയ കർഷകനായ എൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള ഇവകളെ ഞാൻ വെറുതെ കൊടുക്കുന്നതല്ല. അയാൾ കാബ പരിസരത്ത് നീങ്ങി. ഇരു കൈകളും ഇരുവായൻ്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് ഉച്ചത്തിൽ പറയാൻ തുടങ്ങി. ഖുറൈശികളെ, ഇവിടത്തേക്ക് എങ്ങനെ ഉരുൾപടികളെത്തും? ഈ രാജ്യത്തിൽ നിന്ന് എങ്ങനെ വസ്തുക്കൾ വാങ്ങും? വ്യാപാരം വളരണമെങ്കിൽ സുരക്ഷ വേണ്ടേ? ആദ്യം നാനാദിക്കുകൾ അയാളെ നോക്കി. അല്പം നേരം കഴിഞ്ഞപ്പോൾ അവരെല്ലാം പോയി. അവർക്കെല്ലാം അറിയാമായിരുന്നു ഇത് അബുൽ ഹക്കമിൻ്റെ പണിയാണെന്ന്. ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവിടെ കരഞ്ഞുകൊണ്ട് പരക്കം പായുകയായിരുന്നു. ചന്തയുടെ ഒരു അറ്റത്ത് മൂലയിൽ നിന്ന് നേതാവ് മുമ്പിൽ ജനക്കൂട്ടം കൂടി നിൽക്കുന്നതായി അത് ശ്രദ്ധയിൽപ്പെട്ടു. കൂട്ടുകാരെ, ആ നേതാവ് ആരാണെന്ന് അറിയാമോ? മുത്തുനബിയാണ്. ഇത് മുത്തുനബിയാണെന്ന് അയാൾക്ക് അറിയില്ല. കേട്ടോ? പിന്നെ അവിടെ ചെന്ന് തൻ്റെ ദൈന്യത പറയുന്നു. ഞാൻ യമനിൽ നിന്ന് വന്ന കർഷകനാണ്. മാസം യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. ഇവിടുത്തെ കർഷകൻ എൻ്റെ ചരക്കുകൾ ചരക്കാക്കി. അയാൾ പറഞ്ഞു നിർത്തി. നിങ്ങളുടെ ഒട്ടകങ്ങൾ എവിടെ? നമുക്ക് അങ്ങോട്ട് പോകാം. നേതാവ് പറഞ്ഞു. നേതാവിൻ്റെ അനുയായികളെയും കൂട്ടി ഒട്ടകങ്ങളുമുള്ള സ്ഥലത്തെത്തി. തിരുനബി ചോദിച്ചു, ഇതിന് എത്ര രൂപ കിട്ടും? ന്യായര വില കിട്ടണം. അതിന് തൻ്റെ ന്യായര വില എത്ര? 100 പണം. 100 പണം 90 ആയാലോ? വിൽക്കാൻ തൃപ്തിയാണ്. പക്ഷേ ഞാൻ അതിനെ 3 വാങ്ങി. പണം അല്പം താമസിച്ചേ തരൂ. എന്താ പറ്റുമോ? എനിക്ക് സമ്മതം. അങ്ങനെ 3 ചെയിൻ പൊട്ടിച്ച് തിരുനബിക്ക് നൽകി. തിരുനബി അതും കൊണ്ട് കാബ പരിസരത്തിൻ്റെ നടുവിൽ എത്തിക്കൊണ്ട് പറഞ്ഞു, ലക്ഷണമൊത്ത ഒട്ടകങ്ങൾ ആവശ്യക്കാർ ഉണ്ടോ? നല്ല ഉരുൾപടികളാണ്. ആവശ്യക്കാർ ഓരോന്നായി വരാൻ തുടങ്ങി. അതുവരെ അവരെല്ലാം അബുൽ ഹക്കമിനെ ഭയന്നായിരുന്നു ജീവിച്ചിരുന്നത്. ഒട്ടകങ്ങൾ ഓരോന്നായി വിറ്റു. കർഷകൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. തിരുനബി പണം എണ്ണിക്കൊണ്ട് മടിയിൽ വെച്ചു നന്ദി പറഞ്ഞു. നേതാവ് തവാഫിനായി കാബയിലേക്ക് പോയി.
പോയി. ലാഭവിധവുമായി സഫാ കുന്നിൻ്റെ അപ്പുറത്തുള്ള അബ്ദുൽ മുത്തലിബ് എന്ന കോളേജിലെ വിധവർക്ക് പണം വീതിച്ചു കൊടുത്തു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അബൂജഹലിനെ കണ്ടു. അവിടെ വലിയ ഒരു ജലാത ഉണ്ടായി. ഓ അബുലക്കം, നോക്കൂ, ആരെയും വെറുതെ വേദനിപ്പിക്കരുത്. ഇത്രയും പറഞ്ഞു ഞാൻ എൻ്റെ കൊച്ചു കഥ ഇവരെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആവേശകരമായ സ്റ്റോറി ടെല്ലിംഗ് മത്സരം